ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ധാതുക്കളും അവയുടെ അയിരുകളും പരിചയപ്പെടാം. ആദ്യമായി ഇരുമ്പ്. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിരുകൾ ഹേമറ്റൈറ്റും അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റുമാണ്. ഇനി അലുമിനിയം. അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് കൂടാതെ അലുമിനിയത്തിന്റെ മറ്റൊരു അയിരാണ് ക്രയോലൈറ്റ്. നമുക്ക് ഒരു കോഡിലൂടെ പഠിക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് അലുമിനിയം കൊണ്ടാണ്. അത് നിർമ്മിച്ചത് എന്താണ്? ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സൈറ്റിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ആ ബോക്സിൽ നമ്മൾ എന്താണ് എടുത്തു വെക്കുന്നത്? ക്രയോൺസ്. അങ്ങനെയാണെങ്കിൽ ക്രയോലൈറ്റും നമുക്ക് പഠിക്കാം. അലുമിനിയത്തിന്റെ പ്രധാന അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, അതുപോലെ തന്നെ ക്രയോലൈറ്റ്. ഇനി ടിന്ന്. ടിൻ എന്ന ലോഹത്തിന്റെ അയിര് കാസിറ്ററൈറ്റ് ആണ്. കാസിറ്ററൈറ്റ്. നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ടിന്നിലാണ് കാസറ്റ് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ടിന്നിന്റെ പ്രധാനപ്പെട്ട അയിര് കാസിറ്ററൈറ്റ് ആണ്. ഇനി അടുത്തതായിട്ട് ലെഡ്. ലെഡിന്റെ പ്രധാനപ്പെട്ട അയിര് ഗലീനയാണ്. ഗലീന. ഇനി സ്വർണം. സ്വർണത്തിന്റെ അയിര് ഏതാന്ന് വെച്ചാൽ ബിസ്മത്രൈറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഗോൾഡിന്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചോദിക്കുക? ഇന്ന് എത്രയാണ് ഗോൾഡിന്റെ റേറ്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തൂടെ? ഗോൾഡിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ പ്രധാനപ്പെട്ട അയിര് ബിസ്മത്രൈറ്റ്. അടുത്തതായിട്ട് സിൽവർ. സിൽവറിന്റെ പ്രധാനപ്പെട്ട അയിര് അർജന്റൈറ്റ് ആണ്. അർജന്റൈറ്റ്. നമുക്കിപ്പോൾ ഗോൾഡ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അർജന്റായിട്ട് സിൽവർ യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാം. സിൽവറിന്റെ പ്രധാനപ്പെട്ട അയിര് അർജന്റൈറ്റ്. ഇനി തോറിയം. തോറിയത്തിന്റെ പ്രധാന അയിര് മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്.